ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ കാറിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഞാനെന്നുള്ളത് CC കുര്യൻ ആൻഡ് കമ്പനി മൂവാറ്റുപുഴ. ഇത് മഹീന്ദ്രയുടെ ഷോറൂമാണ്, ട്രാക്ടർ ഷോറൂം. അപ്പോൾ ഇവിടുത്തെ മാനേജർ ജിനു ജോർജ് സാറേ, എൻ്റെ കാറിലേക്ക് സ്വാഗതം. ഇവിടെ ഏതൊക്കെ കാറ്റഗറിയുള്ള ട്രാക്ടറുകളാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്? നമുക്ക് 15 HP തൊട്ട് ഇവിടെ കേരള മാർക്കറ്റിൽ പോകുന്ന 75 HP വരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരോ ആപ്ലിക്കേഷൻ ബേസാണ് ഓരോ ബിസിനസ്സുകൾ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാം, എന്താണ് ആപ്ലിക്കേഷൻ, എനിക്ക് ആവശ്യം ഏതാണ്, ആ രീതിയിലുള്ള നമ്മളത് അഡ്വൈസ് കൊടുക്കും. ഓക്കെ, നിങ്ങൾ കസ്റ്റം ചെയ്ത് കൊടുക്കും? കസ്റ്റം ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനുള്ള സർവീസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലേ? എല്ലാം സൈറ്റ് സർവീസാണ് കൊടുക്കുന്നത്. സർവീസാണ്. ഏത് കസ്റ്റമറാണോ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഓയിൽ ഫിൽറ്ററുകൾ കാര്യങ്ങളെല്ലാം പോയി സൈറ്റിലാണ്, കാരണം അത് സ്ലോ മൂവിങ് വെഹിക്കിൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുന്ന സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇവിടുത്തെ ട്രാക്ടറുകൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടാം. അതുകൊണ്ട് അതിൻ്റെ വിലയും പിന്നെ അതിൻ്റെ ലോൺ എടുക്കുകയാണെന്ന് EMI കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി കൊടുക്കുമോ? ഓക്കെ, നമ്മൾ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി കൊടുക്കുമെന്ന് വെച്ചാൽ ഫിനാൻസിൻ്റെ ടൈപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെയാലും മഹീന്ദ്ര ഫിനാൻസ് ഉണ്ട്, സുന്ദര, HDFC, ICIC എല്ലാവരും തന്നെ ഫിനാൻസ് കിട്ടുന്നുണ്ട്. അത് കസ്റ്റമറുടെ ട്രാക്കിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വണ്ടികളൊന്ന് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം. തീർച്ചയായും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന വെഹിക്കിൾ 36 HP 4-wheel ഡ്രൈവ് ആയിട്ടൊരു വെഹിക്കിളാണ്. ഇത് ഈസി ആയിട്ട് ലേഡീസിന് പോലും ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ട് പാടി ഫീൽഡിൽ യൂസ് ചെയ്യാവുന്ന വെഹിക്കിളാണിത്. ഇത് വന്നിട്ട് നമുക്ക് 1300 kg ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് ഉള്ളൂ. ഇതിൽ വന്നിട്ട് 4-wheel ഡ്രൈവ് ആയാലും ഇതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ വണ്ടികളെ അപേക്ഷിച്ച് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കൂടുതലും പഡ്ലിങ്ങിന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇവിടെ കൂടുതൽ താഴ്ചയുള്ള പാടങ്ങളാണ് യൂസ് ചെയ്യുന്നത്. താഴ്ചയുള്ള പാടങ്ങളിൽ എപ്പോഴും നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ട്രാക്ടറുകൾ പർച്ചേസ് ചെയ്യുന്നത്. സപ്പോസ് ഇതിൻ്റെ ബാക്കിലെ ടയർ വന്നിട്ട് 12/4/24 ഇതാണ് ഇതിൻ്റെ പ്ലേ കാറ്റഗറി വരുന്നത്. ഈ ഒരു ടയറിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് ട്രാക്ടറുകളിൽ യൂസ് ചെയ്യുന്ന ബേസ് മോഡൽ ട്രാക്ടറിൽ യൂസ് ചെയ്യുന്ന സെയിം ടയറുകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ട്രാക്ടർ കമ്പാരിറ്റീവ് ഒരു മീഡിയം കാറ്റഗറി ട്രാക്ടറിലാണ് വരുന്നത്. ഇത് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏത് ഗിയർ നമ്മൾ സെലക്ട് ചെയ്യുന്നോ അതേ ഗിയറിൽ തന്നെ ഫോർവേഡും റിവേഴ്സും നമുക്ക് ഷട്ടിൽ ഗിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഗിയർ തന്നെ ഫോർവേഡായിട്ട് യൂസ് ചെയ്യാം, അതേ ഗിയർ തന്നെ നമുക്ക് റിവേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗിയർ മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് ലേഡീസിനെ പോലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ ബാക്കിൽ ആപ്ലിക്കേഷൻ ബേസ്. ഇപ്പോൾ നമ്മൾ റോട്ടറി ടില്ലർ എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതാണ് ഫുള്ളായിട്ട്. അങ്ങനെയുള്ള ഇംപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ബേസിൽ നമ്മൾ ഒരേ ഏരിയയിൽ നമുക്ക് റൊട്ടേഷൻ കാര്യങ്ങളെല്ലാം നമ്മളൊരു മൈൻഡ് സെറ്റിൽ വെച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെഹിക്കിളിനെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക് ഡെപ്ത് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് റോട്ടോവേറ്റർ കൺട്രോൾ ചെയ്തോളും. നമ്മൾ അതിൽ ലിവറിൽ കൺട്രോളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് ഹൈഡ്രോളിക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ട്രാക്കിൻ്റെ മാത്രം അഡ്വാൻറ്റേജ് ആണ്. വേറെ ഒരു മോഡലിലും ഇതുവരെ ഇത് അവൈലബിൾ അല്ല. ഒള്ളി മഹീന്ദ്രയുടെ മാത്രം അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. മഹീന്ദ്ര തന്നെ ഡിസൈൻ ചെയ്ത റോട്ടോവേറ്ററാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഈ മോഡലിൽ. ഇത് കൂടാതെ നമുക്ക് KGVയിലായിട്ടും നോർമൽ വലിയ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ബാക്കിൽ കൾട്ടിവേറ്റർ, അതേപോലെ JCB പോലെ ഫ്രണ്ട് ലോഡർ, മറ്റൊരു ബാക്കോ, എങ്ങനെയാണ് എന്ത് അറ്റാച്ച്മെൻറ്റ് വെള്ളം അടിക്കാനുള്ള പമ്പ് സെറ്റ്, ഇതുകൊണ്ട് എന്ത് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന കപ്പയ്ക്ക് വാരം പാടുന്നത് കൊള്ളി, അല്ലെങ്കിൽ പാലക്കാട് ഭാഷയിൽ പറഞ്ഞ കൊള്ളി, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബണ്ട് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റ് വരെ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടാതെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുത്ത് നമ്മുടെ വാട്ടർ പമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റർ, അങ്ങനെ എന്ത് ആപ്ലിക്കേഷൻ ബേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡോസിങ് ആപ്ലിക്കേഷൻ, മണ്ണിൻ്റെ ഫില്ലിങ്ങിനുള്ള അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി എത്രയാണ്? ഇതിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി 35 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, ഇതിൻ്റെ നമുക്കിത് മൈലേജ് ആണോ പറയാം, എങ്ങനെയാണ് കാൽക്കുലേറ്റ്? ഇത് ഹവേഴ്സിൽ മണിക്കൂറിലാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർക്കിനെയും ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൾട്ടിവേഷൻ മാത്രം ഒരു 910 ഒരു കൾട്ടിവേറ്റർ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2.5 ലിറ്റർ അത്രയൊക്കെയാണ് വരുന്നത്. എക്സാമ്പിൾ റോട്ടോവേറ്റർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വന്നാൽ ഫ്യൂൽ കൺസംഷൻ കൂടും, എന്ന് വെച്ചാൽ ചിലവ് കൂടും, ഡീസൽ കൂടും അല്ലേ.
ഇപ്പോൾ നമ്മൾ ചുമ്മാ റോട്ടിൽ കൂടെ ഓടി പോകുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ നമുക്കൊരു മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്റർ മൈലേജ് 12 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ 4 വീൽ ഡ്രൈവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ഇതുണ്ട്. ഫുൾ ടൈം 4x4 അല്ല ഈ വണ്ടി. 4x4 അല്ല. ഇനി നമ്മുടെ ഇത് 4x2 ആക്കാൻ പറ്റും. അങ്ങനെ ആക്കി 2 രീതിയിലും ഡ്രൈവേറ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. ഈ ഒരു മോഡലിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. ഇത് ടോട്ടൽ അട്രാക്ഷൻ 1300 kg ആണുള്ളൂ. 1300 kg. ഓക്കെ ഓക്കെ. ഇത് വന്നിട്ട് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന മോഡലാണ് മഹീന്ദ്ര 475 DA XP. ഓക്കെ. നമ്മുടെ പഴയ മോഡൽ ട്രാക്ടറിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ചെറിയ ചെറിയ രൂപഭംഗിയിലൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തി. എന്നാൽ ഇതിൻ്റെ എഞ്ചിൻ വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് യുവോയുടെ എഞ്ചിൻ, അഥവാ യുവോയുടെ എഞ്ചിൻ കാരണം കൊണ്ടും ഇതിൻ്റെ ഇൻലൈൻ എഞ്ചിനാണ് യുവോയിൽ യൂസ് ചെയ്യുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ വാറണ്ടി 6 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ നോർമൽ ട്രാക്ടറുകളുടെ എല്ലാ വാറണ്ടിയും 2 വർഷം അല്ലെങ്കിൽ 2000 മണിക്കൂർ, എക്സ്ട്രാ 1 ഇയർ എഞ്ചിൻ വാറണ്ടി മാത്രമേ ഉള്ളൂ. ഇത് 6 വർഷം ടോട്ടൽ വാറണ്ടി ആയിട്ട് ഇതിൽ കണ്ടീഷൻസ് വെച്ച് നമ്മൾ കമ്പനി സപ്ലൈ ചെയ്താണ്. ഫസ്റ്റ് പുതിയതായിട്ട് വന്നേക്കുന്ന മോഡലാണിത്. ഇതിൻ്റെ വന്നിട്ട് ഗിയർ ബോക്സ് നമ്മൾ നോർമൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെയിം അതിൻ്റെ ഗിയർ സിസ്റ്റമാണ്. പഴയ ഡ്രൈവർക്ക് യൂസ് ചെയ്യാവുന്ന രീതി, പഴയ ഡ്രൈവേഴ്സിനെല്ലാം പഴയ മോഡൽ വണ്ടിയോടുള്ളൊരു ഇത് കാരണം കൊണ്ട് നമ്മൾ പുതിയൊരു ഡിസൈനിൽ കമ്പനി ഡിസൈൻ ചെയ്ത് വന്നേക്കുന്നതാണ് ഇത്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളല്ല, പണ്ടത്തെ വണ്ടികളൊക്കെ കൂടി വന്നാൽ 100 മണിക്കൂറിൽ ഓയിൽ ചേഞ്ച് അല്ലെങ്കിൽ 200 മണിക്കൂറിൽ ഓയിൽ ചേഞ്ച് കൂടുതൽ വന്നിട്ടില്ല. ഇതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് ഫസ്റ്റ് വന്നിട്ട് 250 മണിക്കൂറിലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 600 മണിക്കൂറുകളാണ് ഇതിൻ്റെ ഓയിൽ ചേഞ്ചുകൾ വരുന്നത്. എന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ടുള്ളൊരു ട്രാക്കിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആയിട്ട് ഒരു കസ്റ്റമർ ഉണ്ടാകുന്നത് ആകെപ്പാടെ ഓയിൽ ചേഞ്ച് ഉള്ളൂ. ബാക്കിയെല്ലാം നോർമൽ ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടികളാണ്. വലിയ കംപ്ലയിൻറ്റുകളൊന്നും വെഹിക്കിൾ പൊതുവെ ഉണ്ടാകാറില്ല. പിന്നെ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റുകൾ ഇപ്പോൾ കൾട്ടിവേറ്റർ യൂസ് ചെയ്യണോ റോട്ടോവേറ്റർ യൂസ് ചെയ്യണോ ഇത് കസ്റ്റമറാണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളല്ല. ഒരു ആപ്ലിക്കേഷൻ ബേസിൽ ഇപ്പോൾ ഒരു കപ്പയ്ക്ക് വാരം മാടുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക റബ്ബറിൻ്റെ ഉള്ളിലെഴുക, പൈനാപ്പിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെയാണ് ഈ കൾട്ടിവേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ വന്നാൽ ഒരു 2.5 ലിറ്റർ ഡീസലേ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ റോട്ടറി ടില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലുകൾ, പൊടിനെൽ കൃഷി, അതേപോലെ എള്ള്, അങ്ങനെയുള്ള പയർ കൃഷി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം റോട്ടോവേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഏരിയ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഡീസൽ ചിലവിൽ നേരിയ തോതിൽ വ്യത്യാസങ്ങളെല്ലാം കാണിക്കും ഈ മോഡലിൽ. നമ്മൾ ഇതിൻ്റെ ടയർ വന്നിട്ട് ലാർജ് ടയറുകളാണ് വരുന്നത്. ആദ്യത്തെ മോഡൽ വണ്ടികളിൽ വന്നിട്ട് 12-ൻ്റെ തന്നെയായിരുന്നു വെഹിക്കിൾ വന്നിരുന്നത്. ഈ മോഡലിലെല്ലാം അത് വന്നിട്ട് ഇപ്പോൾ 13-ൻ്റെ വന്നിട്ടുണ്ട്. ടയർ സൈസ് ഇച്ചിരി ബിഗ് ടൈപ്പ് ആക്കിയാണ്, ലാർജ് ടയേഴ്സ് എന്ന് പറയും ഇതിൻ്റെ. സ്മോൾ ടയറും അവൈലബിൾ ആണ്, 2 മോഡലുണ്ട്. കൂടാതെ പഴയ ട്രാക്കിനെ അപേക്ഷിച്ച് പവർ സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. വണ്ടികൾ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പവർ സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. പഴയ സാധാ ബേസ് മോഡൽ വണ്ടികളിലൊന്നും ഇത് ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ വണ്ടിക്ക് ഡ്യുവൽ ക്ലച്ചാണ്, ഡബിൾ ഡി ക്ലച്ചിങ്ങുള്ള ഡ്യുവൽ ക്ലച്ചാണ്. എന്ന് വെച്ചാൽ ബാക്കിലെ PTO ഓപ്പറേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലച്ച് മൂവ് ചെയ്യിക്കുന്നു. ഓക്കെ. ഈ PTO ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒന്ന് പറയാം. ബാക്കിലെ പവർ ടേക്ക് ഓഫ്, നമ്മൾ ഈ റോട്ടോവേറ്റർ, പമ്പ് സെറ്റ്, ഇതെല്ലാം ബാക്കോ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ബാക്കിലെ PTOയിൽ നിന്ന് ഔട്ട് എടുത്തിട്ടാണ്. ഓൾട്ടർനേറ്റർ അങ്ങനെയുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ക്ലച്ച് ചവിട്ടിയാൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ ബാക്കിലെ PTO മൂവിങ് നിൽക്കുന്നില്ല, ആ സമയത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡ്യുവൽ ക്ലച്ചിൻ്റെ അഡ്വാൻറ്റേജ്. അത് തന്നെയല്ല ഈ മോഡലിൽ നമ്മുടെ റോട്ടോവേറ്റർ റിവേഴ്സ് കിടക്കാനുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. അത് വെഹിക്കിളിൻ്റെ അഡ്വാൻറ്റേജ്, റോട്ടോവേറ്ററിൻ്റെ അല്ല. ഈ PTO ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കിടക്കാനുള്ള ടെക്നോളജി ഈ വണ്ടിയിലുണ്ട്. എന്നാൽ പഴയ മോഡൽ ഡിസൈനാണ്, എന്നാൽ പുതിയ മോഡൽ എല്ലാ വണ്ടികളുടെ എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഇതിൻ്റെ വില പറഞ്ഞില്ല. ഈ വണ്ടിക്ക് എത്രയായിരുന്നു വില? ഓൺ റോഡ് പ്രൈസ് ഏകദേശം നമ്മുടെ ഇതിൻ്റെ വന്നിട്ട് 6,75,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇത് എക്സ് ഷോറൂം ആണോ അതോ ഓൺ റോഡ് പ്രൈസ് ആണോ? നമുക്ക് എക്സ് ഷോറൂം റേറ്റ് ആണ്. നമ്മൾ അത് ഒരേ കാലഘട്ടത്തിൽ ഒരേ ചെറിയ ചെറിയ ഓഫറുകളുണ്ടാവും. ആ ബേസിൽ നമ്മൾ ചെയ്തു തരും. ഇതിൽ ആകെപ്പാടെ എക്സ്ട്രാ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ആയിട്ട് വരുന്ന 880 രൂപയാണ് ഇയർലി വരുന്നുള്ളൂ. അതിൻ്റെ ഇൻഷുറൻസ് ആയിട്ട് ഫുൾ കവർ വന്നാൽ നമുക്കൊരു 10 to 12 രൂപ അതാണ് വരുന്നുള്ളൂ. അത് എല്ലാ മോഡലിനും കോമൺ ആണ്. അത് ഈ അഗ്രികൾച്ചർ പർപ്പസ് ആയതുകൊണ്ട് അതിന് എക്സംഷൻ ഉണ്ട്. ഓക്കെ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് XP 475 എന്ന് പറഞ്ഞാൽ ഇത് 44 HP ആണ് വണ്ടി. ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഒരു 7,30,000 രൂപയാണ് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇത്രയും ഓപ്ഷൻസ് ഉള്ള വണ്ടി. ഇതിൽ സിംഗിൾ ക്ലച്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് 710, 720 അങ്ങനെ റേഞ്ച് ഒരു 20 രൂപയുടെ വേരിയന്റ് ഉണ്ടാവും ഓരോ ഓപ്ഷൻസ് വെച്ച്. ഓക്കെ. അതുപോലെ നമുക്കൊരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ലൈസൻസ് എങ്ങനെയായിരിക്കും? ലൈസൻസ് ഇത് ട്രാക്ടറിന് സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ട്, LMB ട്രാക്ടർ. അതാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ LMB ട്രെയിലർ ഓടിക്കുന്നതിന് ഇതിൻ്റെ തന്നെ ഹെവി വരുന്നുണ്ട്. അപ്പോൾ ട്രാക്ടറിന് സാധാരണ 4 വീൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റുന്നില്ല എന്നാണോ? ഓടിക്കുന്നതിന് പ്രോബ്ലം ഇല്ല, പക്ഷേ RTO റൂൾസ് അങ്ങനെ അനുവദിക്കുന്നില്ല. ഇത് വന്നിട്ട് നമ്മുടെ പഴയ മോഡൽ തന്നെ 575 എന്ന് പറഞ്ഞാൽ 45 HP വണ്ടിയാണ്. ഇത് ഒരു ഓൾഡ് ഡിസൈനിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ വന്നിട്ട് നമ്മൾ ട്രാക്ടർ വന്നിട്ട് കംപ്രസർ ആപ്ലിക്കേഷൻ,
മെയിനായിട്ട് പോകുന്നത്. ഇതാണ് ഒരു 90% ശബരിമല ആപ്ലിക്കേഷന് ബാക്കിൽ ഫ്രണ്ടിലും ചെറിയ ബോക്സ് വെച്ചിട്ട് ലോഡിംഗ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഇത് തന്നെയാണ്. 575 5735 DI എന്ന് പറഞ്ഞ മോഡലാണ്. എല്ലാ മഹീന്ദ്രയുടെ മോഡലും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വണ്ടികൾ. നമ്മൾ മോഡലിൽ പഴയ ട്രാക്ടറിൻ്റെ ഒക്കെ മോഡൽ അല്ലേ? ഡിസൈൻ എങ്ങനെയാണ്? പഴയ ഒരു ട്രാക്ടറിൻ്റെ ഡിസൈനാണ്. ഈ ഒരു ട്രാക്ടറിലെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഡ്രൈവർ സീറ്റ് കുറേ കൂടി ഈസി ആക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റബിൾ ആക്കിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ലെങ്ത് ബാലൻസ് ചെയ്യാൻ ഫ്രണ്ട് ആക്സിൽ ബെൻഡ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് അതിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിലെ പഴയ മോഡൽ വണ്ടികളെല്ലാം സാധാ ഡ്രൈ ബ്രേക്കുകളാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഈ മോഡൽ ശരിക്കും 2008 മുതൽ നമുക്ക് ഓയിൽ ബ്രേക്ക് അവൈലബിൾ ആയിരുന്നു. ശരിക്കും ഇവിടെ എല്ലാവരും പർച്ചേസിങ് തുടങ്ങിയേക്കുന്നത് 2012 തൊട്ടാണ് കൂടുതലും ഈ ഓയിൽ ബ്രേക്ക് വണ്ടികൾ ഈ ഏരിയയിൽ പർച്ചേസിങ് തുടങ്ങിയേക്കുന്നത്. ഫസ്റ്റ് ടൈം ആളുകൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഫസ്റ്റ് ടൈം വരുമ്പോൾ എല്ലാവരും ഒരു ടെക്നോളജി വരുമ്പോൾ അത് എന്തായിരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ 100% ഓയിൽ ബ്രേക്ക് വണ്ടികളാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ പവർ സ്റ്റീറിങ്ങും ഇപ്പോൾ എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിലും ചെറിയ ലോഡർ JCB പോലെ ബാക്കോ അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് ഈസി ഡിറ്റാച്ചബിൾ ആയിരിക്കും. മഹീന്ദ്രയുടെ എല്ലാ അറ്റാച്ച്മെൻറ്റും ഫിക്സഡ് ആയിരിക്കില്ല. പിന്നെ അതുപോലെ ടയർ സൈസും രണ്ടും സെയിം ആണല്ലേ? ടയർ സൈസ് ഇത് വന്നിട്ട് 575 വന്നിട്ട് ഇത് ടയർ നമ്മുടെ ഈ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ച് വന്നാൽ ഇത് 44 HP വരുന്നതാണ്. ഇത് 13 ആയിരുന്നു. ഇത് ഒരു 14 മാറും. ലാർജ് ടയറിലേക്ക് മാറും. HP മാറുന്നതനുസരിച്ച് ടയറിൻ്റെ സൈസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് പാടി ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിലൊക്കെ KG വീൽ എന്ന് പറഞ്ഞ് ഇരുമ്പിൻ്റെ വീല് പിടിപ്പിച്ചാണ് പാടത്ത് ഉപയോഗിക്കുന്നത്. അതിന് സെപ്പറേറ്റ് ടെക്നോളജി ഒന്നുമില്ല. വെഹിക്കിളിലെ വെയിറ്റ് കൊണ്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൊണ്ടുമാണ് മണ്ണ് പൊട്ടുന്നത്. അല്ലാതെ ഇത് താത്തി കൊടുക്കാനോ ലിഫ്റ്റ് ചെയ്യാനോ ഉള്ള ടെക്നോളജി ഒന്നും ഇതിലില്ല. നോർമൽ ടയറിന് പകരം ഇരുമ്പിൻ്റെ വീലിട്ട് ഓടുന്നു പാടത്ത്. അതാണ്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് റോട്ടറി ടില്ലർ റോട്ടോവേറ്റർ പോലെ സാധനം ബാക്കിൽ വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ തന്നെ 4 വീൽ ഡ്രൈവ് വെഹിക്കിളുകൾ അവൈലബിൾ ആണ്. ആ മോഡലിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ഇതിൻ്റെ വിലയൊന്ന് പറയാമോ? ഇതിൻ്റെ വിലഭാഗം ഏകദേശം 7,22,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ പവർ സ്പീഡ് ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ. ഇത് വന്നിട്ട് ഈ 575 മോഡലിൻ്റെ തന്നെ അഡ്വാൻസ് മോഡലാണ്. ഇത് സെയിം ടയറുകളാണ് ഇത് രണ്ടും തമ്മിൽ. ഇതിലുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിലും ഡ്യുവൽ ക്ലച്ച് ഉണ്ട്. ഈ ഡ്യുവൽ ക്ലച്ചിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ബാക്കിൽ വന്നിട്ട് റിവേഴ്സ് PTOയും കറക്കാനുള്ളത്. നമ്മൾ ആദ്യത്തെ വണ്ടിയെ കണ്ട അതേ അഡ്വാൻറ്റേജ് ഈ വണ്ടിയിലുണ്ട്. റിവേഴ്സ് കറക്കാൻ പറ്റും. അതേപോലെ ക്ലച്ച് ഡ്യുവലാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ വണ്ടി റൺ ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി നിർത്തിയാലും ബാക്കിലെ റൊട്ടേഷൻ ഓഫ് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളൊന്നും ഓഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഇൻലൈൻ എഞ്ചിനാണ്. ഇതൊരു പുതിയ ഡിസൈനിൽ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് വന്നിട്ട് നമ്മൾ നോർമൽ എല്ലാ ട്രാക്ടറുകൾക്കും ലോയും ഹൈയും മാത്രമേ ഗിയറുകളുള്ളൂ. ഇതിൽ മീഡിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ലോയിലാണ് നമ്മൾ കൂടുതലും ആപ്ലിക്കേഷൻ ബേസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മീഡിയം കൂടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് കൊണ്ട് ലോഡില്ലാത്ത വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂവൽ കൺസപ്ഷൻ സേവ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ കൂടാതെ ബാക്ക് സൈഡിൽ വന്നിട്ട് പ്ലാനറ്ററി എന്ന് പറഞ്ഞൊരു ഗിയർ ബോക്സ് ഉണ്ട്. കരാരോ ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്ലാനറ്ററി ഗിയർ ബോക്സ് എന്ന് വെച്ചാൽ അതൊരു വലിയൊരു റിങ്ങിലേക്ക് ചെറിയ വീലുകൾ തമ്മിൽ പിടിച്ച് ഡ്രൈവ് കൊടുക്കുന്ന സിസ്റ്റമാണ്. ആ ഡ്രൈവ് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു പാടത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്കിപ്പായി പോകുന്നില്ല. നമ്മൾ പിടിച്ച് പതുക്കെ റൊട്ടൈൻ ഒരു മണിക്കൂറിലും മാക്സിമം ഒരു 2 കിലോമീറ്റർ റൺ ചെയ്യുന്ന അത്രയും സ്ലോ മൂവിങ് ചെയ്യിക്കാൻ പറ്റും ഈ മോഡൽ വെഹിക്കിൾ. ഇതിൻ്റെ പ്രൈസിങ് വന്നിട്ട് നമുക്ക് 7,78,000 രൂപയാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഈ ഒരു വേരിയൻറ്റും എല്ലാ മോഡലിലും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു മോഡൽ മാത്രമാണ്. ഇതിൽ വന്നിട്ട് 30, 35, 40, 42, 45 വരെയുള്ള കാറ്റഗറി യുവോ കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ 50 HP തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നോവോ കാറ്റഗറിയാണ്. തൊട്ടപ്പുറം അടുത്ത മോഡൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. ഇതാണ് അർജുൻ നോവോ. ഈ മോഡലിൽ നമ്മൾ എപ്പോഴും ഒരു പുതിയൊരു ഡിസൈനായിട്ട് വന്നേക്കുന്നതാണ്. ഇത് 2015 തൊട്ട് നമ്മുടെ കേരള മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളിവിടെ കൂടുതൽ എല്ലാവരും ലോഡർ ബാക്കോ അങ്ങനെയുള്ള ഹെവി അറ്റാച്ച്മെൻറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ ഇതിൻ്റെ തന്നെ 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ വരുന്നുണ്ട്. ഈ 4 വീൽ ഡ്രൈവ് വെഹിക്കിളെല്ലാം ഇപ്പോൾ ബോട്ട് ബിൽഡിങ് അതേപോലെ നമ്മുടെ ടിമ്പറിൻ്റെ വർക്കിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ബാക്കിൽ വിഞ്ച് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്രെയിൻ പോലെ കറക്കി കയറ്റുന്ന ഒരു ഐറ്റം അത് ഇതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യും. അപ്പോൾ 4 വീൽ ഡ്രൈവും ഇത്ര ഹെവി വണ്ടി ആയതുകൊണ്ട് ഓഫ് റോഡിൽ കൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ട്രാക്ടറും ഓഫ് റോഡ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാ വെഹിക്കിളിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ഇതിൻ്റെ ബാക്കിലെ ടയർ വന്നിട്ട് 16 ഏറ്റവും ബിഗ് ടൈപ്പാണ്. ഈ ടയറിൽ വന്നിട്ട് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഒരു ബാക്കിൽ കൗണ്ടർ ബാസ്ക്കറ്റ് വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ ബാക്കിലെ ടയറിൽ വാട്ടർ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ട്യൂബിനുണ്ട്. നമ്മൾ എക്സ്ട്രാ നമ്മൾ റോഡ് ഗ്രിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ഇതിൽ മുക്കാൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 70% നമ്മൾ വെള്ളം നിറയ്ക്കുക മോഡലിൽ. ഇതാണ് ഈ ഒരു മോഡൽ അറ്റാച്ച്മെൻറ്റിനായിട്ട് വാട്ടറിൻ്റെ ഇതിൻ്റെ അകത്ത് അറിയണേ
വാട്ടർ വെള്ളം ഈ ടയറിൻ്റെ അകത്ത് ട്യൂബിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കി എയർ നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് റോഡ് ഗ്രിപ്പിംഗ് കൂടുതൽ കിട്ടും. ഓക്കെ, അതൊരു ആദ്യത്തെ അഡ്വാൻറ്റേജ്. ട്രാക്ടറിൽ കൂടുതൽ ചെയ്യുന്നത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്ന ഒരു സംഭവം. കൂടാതെ ഇതിൽ നമ്മൾ ഫിറ്റ്മെൻറ്റിനുള്ള എല്ലാ ഓപ്ഷൻസ് ഇതിലുണ്ട്. വലിയ മോഡൽ ഫിറ്റ്മെൻറ്റ് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിൽ ആണ് ഓരോ ചെയ്സ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കമ്പനി അത് ഒരു അഡ്വാൻസ് കണ്ട് തന്നെയാണ് ഈ മോഡൽ ഇറക്കിയേക്കുന്നത്. പിന്നെ ഈ മോഡലിൽ നമ്മൾ ഇതേപോലെ ഷട്ടിൽ ഗിയർ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ലോവർ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ മറ്റുള്ള മോഡലുകളെല്ലാം നമ്മൾ എക്സ്ട്രാ വന്ന സാധാരണ ഗിയറുകളെല്ലാം ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഷട്ടിൽ ഗിയർ ഉണ്ട്. അപ്പം നിലവിൽ ഫ്രണ്ടിലേക്ക് ഇടുന്ന ഒരു ബക്കറ്റ് നമ്മൾ ലോഡ് ചെയ്തു, അതേ ലോഡ് കൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ ഗിയർ നേരെ റിവേഴ്സ് ഇട്ടാൽ മതി, അതേ ഗിയർ തന്നെ. പിന്നെ ഈ ഒരു ലിവർ മാത്രം യൂസ് ചെയ്താൽ മതി, ബാക്കിയുള്ള ഗിയറുകളൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ആ ഡ്രൈവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇതിൽ വന്നിട്ട് 12 ഇഞ്ച് ക്ലച്ചാണ് വരുന്നത്. നോർമൽ വരുന്ന വണ്ടികളിലെല്ലാം നമുക്ക് 11 ഇഞ്ച് വരെയാണ് ക്ലച്ച് വരുന്നത്. ഇത് 12 ഇഞ്ചാണ്. ഇതിൽ എയർ ഫിൽറ്റർ വന്നിട്ട് 8 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെ എല്ലാം അഡ്വാൻസ് ആയിട്ട് വന്നേക്കുന്നത്. ഇൻലൈൻ എഞ്ചിനാണ്. എഞ്ചിൻ വന്നിട്ട് ഇൻലൈനാണ്. ഇത് 3 വർഷം വാറണ്ടി വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്, എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഗിയർ സിസ്റ്റം വന്നിട്ട് 15 ഫോർവേഡ് സ്പീഡും 15 റിവേഴ്സ് സ്പീഡുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ലോ ഹൈ മീഡിയം നമ്മൾ ആദ്യം പറഞ്ഞ യുവോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടിയിലും അതേപോലെ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് രണ്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഹീന്ദ്ര ഇറക്കിക്കൊണ്ടിരിക്കുന്ന മോഡൽ. അതിൻ്റെ അഡ്വാൻസ് വന്നേക്കുന്നതാണ് നമ്മുടെ XP വന്നേക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ കണ്ടല്ലേ, ഈ വണ്ടിയിൽ ഈ സംഭവം ഉണ്ട്. അപ്പോൾ ചില വണ്ടികൾ കാണുന്നില്ല, അതെന്താ അങ്ങനെ? അതൊരു ആപ്ലിക്കേഷൻ ബേസ് ആണ്. ഇത് പാടി ഫീൽഡിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ വക്യോല് കെട്ടുക, ബേലർ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ബേലർ എന്നാണ് അതിന് പറയുന്നത്. വക്യോല് കെട്ടി റോളാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിൽ കൂടുതൽ ഡസ്റ്റുകളുണ്ടാവും, പൊടികൾ കൂടുതലുണ്ടാവും. അപ്പോൾ അതിന് ഫിൽട്രേഷൻ 3 സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മുകളിൽ ഒന്ന് ഡസ്റ്റ് അടിക്കും. ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫില്ലായി കിടക്കും. ഇതിൻ്റെ അകത്ത് ഓയിൽ ബാത്താണ്, ഓയിലിൽ കിടക്കും. അതും കഴിഞ്ഞിട്ടാണ് ഡ്രൈ ഫിൽറ്റർ വഴി ഉള്ളിൽ വരുന്നത്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് ഫിൽട്രേഷൻ കഴിഞ്ഞാണ് നമുക്ക് എഞ്ചിനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡലിലൊക്കെ 6 വർഷം വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്രയും സേഫ് ആയിട്ടാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അർജുൻ നോവോ ഈ മോഡൽ വന്നിട്ട് നമ്മുടെ ഇത് 57 HP വണ്ടിയാണ്, 57 HP. ഇത് 50 HP വേറെ ഉണ്ട്. അതിൽ വരുമ്പോൾ ഇവിടെ MS അല്ലെങ്കിൽ PS. MS എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 HP, PS എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 HP വണ്ടികളുണ്ട്. ഇത് വന്നിട്ട് DII പ്രത്യേകം നോക്കുക, നമുക്ക് എല്ലാം നെയിം സെയിം ആയിരിക്കും. ഇതിലാണ് വേരിയൻറ്റ് വരുന്നത്. അത് വരുമ്പോൾ 57 HP ആണ് ഈ വെഹിക്കിൾ വരുന്നത്. 57 HP 2 വീൽ ഡ്രൈവ് വെഹിക്കിളിന് ഏകദേശം 9,30,000 കോസ്റ്റ് വരുന്നുണ്ട്. ഒരു 4 വീൽ ഡ്രൈവ് വെഹിക്കിളാണെങ്കിൽ ഏകദേശം 10,30,000 കോസ്റ്റ് വരുന്നുണ്ട്. 4 വീലെന്ന് വെച്ചാൽ വേറെ വെഹിക്കിളെല്ലാം സെയിം ആണ്. ഫ്രണ്ടിൽ സെപ്പറേറ്റ് ബിഗ് ടൈപ്പ് വലിയ ടൈപ്പ് ടയറായിരിക്കും. അതേപോലെ ഡ്രൈവ് എടുക്കാനുള്ള ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2 വീലറും റൺ ചെയ്യാനുള്ള സിസ്റ്റം അതിലുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ CC കുര്യൻ ആൻഡ് കമ്പനി ഇത് കേരളത്തിൽ എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്? നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ എറണാകുളത്ത് തന്നെയുണ്ട്. നമ്മുടെ എറണാകുളത്ത് ഇപ്പോൾ KSRTCയുടെ അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മൾ സ്പെയറിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ആലപ്പുഴയുണ്ട്. ആലപ്പുഴ പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ നമ്മുടെ ഏനാത്ത് അടൂർ ആ ഏരിയയിൽ നമുക്കുണ്ട്. നമ്മൾ ബാക്കി എല്ലാ ഏരിയയിലും സർവീസ് ഔട്ട്ലെറ്റുകൾ ഒരേ സ്പോട്ടുകൾ തീരുമാനിച്ചേക്കുവാണ്. അവരാണ് അവിടെ സർവീസ് അറേഞ്ച് ചെയ്യുന്നത്. നമ്മളൊരു ടോൾ ഫ്രീ പോലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ഇവിടെ നിന്ന് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് ആളെ വിടും. ഇതെല്ലാം സൈറ്റ് സർവീസാണ്. അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് ഇവിടുന്ന് വരുമ്പോൾ നമ്മൾ ആ പാർട്ടുമായിട്ട് അവിടെ സൈറ്റിൽ പോയാണ് സർവീസ് ചെയ്യുന്നത്. ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അധികം ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ മൊബൈൽ നമ്പർ വന്നിട്ട് 9847534097. ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ. ഇത് വന്നിട്ട് നമ്മുടെ ഓഫീസ് ഷോറൂമിൽ വണ്ടിയെല്ലാം ഡിസ്പ്ലേ കാണണമെങ്കിൽ നമ്മുടെ മൂവാറ്റുപുഴ ഏരിയയിൽ നമ്മുടെ MC റോഡിൻ്റെ സൈഡിൽ തന്നെ വാഴപ്പള്ളി പുളിഞ്ചോട് കോല എന്ന് പറഞ്ഞ ഏരിയയിൽ റൈറ്റ് സൈഡിലായിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ട്രാക്കുകളെല്ലാം ഇപ്പോൾ ഡിസ്പ്ലേക്ക് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിന്നുണ്ടായിരുന്നത് CC കുര്യൻ ആൻഡ് കമ്പനിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ട്രാക്ടറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. endecar.com ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വ്ലോഗുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.